ഇത് ഒരു കപ്പ് ചോറും 2 പഴവും കൊണ്ടുണ്ടാക്കിയ ഒരു പലഹാരമാണ് ഇത്. 4 മണിക്ക് ചായക്കടിയായിട്ട് ഉപയോഗിക്കാൻ നല്ല ഒരു ടേസ്റ്റിയായൊരു പലഹാരമാണ്. എല്ലാവർക്കും തയ്യാറാക്കാം. ഇതിനി ഉണ്ടാക്കുന്നതിലേക്ക് പോകാം. ഇപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 1 കപ്പ് ചോറാണ്. 1 കപ്പ് നല്ല ഫുൾ ഇതായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പം ഇച്ചിരി കുറഞ്ഞാലും കൂടിയാലും ഒന്നുമില്ല. വേറെയുള്ള സാധനം എടുക്കുമ്പോൾ അതുപോലെ എടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ചോറ് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് പിന്നെ എടുത്തെന്ന് പറഞ്ഞാൽ 1 കപ്പ് പഴമാണ്. അതുപോലെ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പഴം എന്ന് പറഞ്ഞാൽ ഏത് പഴം എടുത്താലും മതി. ഏത്തപ്പഴം ആയാലും മതി, പാളയംതോടനായാലും മതി, പൂവമ്പഴം ആയാലും മതി. കയ്യിലുള്ള പഴം എടുക്കാം. അതും അങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 2.5 ടേബിൾ സ്പൂൺ മൈദാമാവാണ്. ഈ മൈദാമാവെന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് അനുസരിച്ച് എടുക്കണം. ഇപ്പോൾ ചിലപ്പോൾ ഇതിൽ നിന്ന് ഇച്ചിരി കൂടുതൽ മാവ് ഇച്ചിരി കട്ടിയാതെ കുറേ കിട്ടാൻ, നമ്മൾ ആ പരുവത്തിന് കോരി ഒഴിക്കത്തക്ക പരുവത്തിന് കിട്ടാൻ മൈദാമാവ് ഇച്ചിരി കുറച്ച് മതിയായിരിക്കും. ചിലപ്പോൾ ഇച്ചിരി കൂടുതൽ വേണ്ടി വരും. അപ്പോൾ അതനുസരിച്ച് എടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. തേങ്ങ അവരവരെ ഇഷ്ട അനുസരണം എടുക്കുക. എന്ന് വെച്ചാൽ തേങ്ങ കൂടിയെന്നും പറഞ്ഞിട്ട് ടേസ്റ്റ് കൂടുമെന്നല്ലാതെ ഒരു ദോഷവും വരില്ല. അപ്പോൾ അവരവരെ കയ്യിലുള്ള കണക്ക് എടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇത് ചേർക്കണം. അപ്പോഴത്തേക്ക് ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ പഴവും ഈ ചോറും കൂടെ മിക്സിയിൽ നല്ലതുപോലെ അരച്ചുകൊണ്ട് വരാം. അപ്പോൾ മിക്സിയിലോട്ട് ഇടുകയാണ് ചോറ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പഴവും ഇടാം. അരച്ചുകൊണ്ട് വരാം. അപ്പോൾ ഇതിന് അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിന് വെള്ളമൊന്നും ഒഴിക്കുന്നതല്ല. ഇപ്പോൾ ഞാൻ ഇവിടെ മിക്സിയിൽ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് അരഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ അരയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇതുപോലെ കട്ടിയായി പോകുന്നെങ്കിൽ നിങ്ങൾ 2 സ്പൂൺ പാലൊഴിച്ച് അരയ്ക്കണം. അരച്ചിത് നല്ല ഇതുപോലെ എടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടും. ഇതിപ്പോൾ ഇച്ചിരി കട്ടിയിലാണ്. ഇതുപോലെ കട്ടിയായി പോകുന്നെങ്കിൽ 2 സ്പൂൺ പാലൂടെ ഒഴിച്ച്, പശുവും പാലേ അല്ലെങ്കിൽ തേങ്ങാപ്പാലായാലും മതി, ഒഴിച്ച് വേണം അത് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തു വെച്ച മിക്സിൽ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ എടുത്തു വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യമായ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. കാര്യം ആവശ്യമായ ഉപ്പ് നമ്മൾ ഇടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പഞ്ചസാര ഇടുന്ന ഇതാണ്. അപ്പോൾ ഒരു നുള്ളു ഉപ്പ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് കൂടുതൽ പഞ്ചസാര ചേർക്കാം. അതിപ്പോൾ ഞാൻ പറയാതെ തന്നെ അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഇടുന്നത് ഏലക്കാപ്പൊടിയാണ്. ഏലക്കാപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഈ മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മൈദാമാവിൻ്റെ പൊടി, അത് കുറേശ്ശേ ഇട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴാ ഇങ്ങനെ കുറേശ്ശേ ഇട്ട് വീണ്ടും മൈദാമാവ് കുറച്ചിട്ട് മിക്സ് ആക്കിക്കൊണ്ടിരിക്കണം. അപ്പോഴും നമുക്ക് ഇത്രയും മതി എന്ന് തോന്നുമ്പോൾ മൈദാമാവിൻ്റെ അളവ് നിർത്താം. 2 ടേബിൾ സ്പൂണാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോഴും നിങ്ങൾ ആ ചാനലെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാം ചെയ്തവരാണെങ്കിൽ കണ്ട് ലൈക്കൊക്കെ ഇട്ട് വെക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ നല്ലപോലെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ 1 സ്പൂൺ നെയ്യ് അതിൻ്റെ മുകളിലോട്ട് ഒഴിക്കുകയാണ്. എല്ലായിടവും പറ്റത്തക്ക രീതിയിൽ 1 സ്പൂൺ നെയ്യ് ഒഴിക്കും. നെയ്യ് ഒഴിച്ച് ഒന്ന് പുരട്ടി വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് ഇനി അങ്ങ് നെയ്യ് എല്ലായിടവും ആയിക്കോളും. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ഇതൊരു 5 മിനിറ്റ് ഇരിക്കണം. ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് ആ പഴവും എല്ലാം ഒന്ന് മൈദാമാവും എല്ലാം ഒന്ന് മിക്സായി വരുന്നതിന് ഒരു 5 മിനിറ്റ് ഇരിക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് ആ ചട്ടി അടുപ്പത്തേക്ക് വെച്ച് തീ കത്തിക്കാം. നമ്മൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് ഇതുപോലൊരു സ്പൂൺ വെച്ച് തന്നെയാണ് ഞാൻ ഇപ്പോൾ കോരിയിടുന്നത്. നിങ്ങൾക്ക് കൈ കൊണ്ട് കോരിയിടാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇടുമ്പോൾ ഇതുപോലെ ഇറ്റിറ്റ് വീഴരുത്.
ഒരു സ്ഥലത്ത് ഒന്നായിട്ട് തന്നെ ഇരിക്കണം. ആ സ്പൂണിൻ്റെ ആകൃതിയിൽ തന്നെ വീണ് കഴിഞ്ഞാൽ അത് ആയി വരുമ്പോഴത്തേക്ക് അതുപോലെ നല്ലൊരു ഷേപ്പിൽ തന്നെ കിട്ടും. ഇതും കൊച്ചു പിള്ളേർക്ക് വരെ ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്കാണ്. പഴവും ഒരു കപ്പ് ചോറും. അപ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പഴമാണ്. അപ്പോൾ നമ്മൾ ഇട്ട ഉടനെ ഇളക്കിക്കൊണ്ടിരിക്കണം. എല്ലാത്തിനും നല്ല സ്പീഡ് വേണം. കണ്ട, ഇപ്പോൾ തന്നെ കരിഞ്ഞിട്ടുണ്ട്. അപ്പുറത്തോട്ട് ഇട്ടിട്ട് വന്നപ്പോഴത്തേക്ക് കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്പീഡില്ലാത്തവരാണെങ്കിൽ ഇതുപോലെ സ്പീഡുള്ളവരാണെങ്കിൽ പെട്ടെന്ന് ആക്കിയെടുക്കാം. പിന്നെ ഭയങ്കര ടേസ്റ്റുള്ള ഒരു സാധനമാണ്. ഉണ്ടാക്കാൻ എളുപ്പമാണ്, ചിലവ് കുറവാണ്. എണ്ണ മാത്രം നമ്മൾ ഇച്ചിരി നോക്കിയാൽ മതി. പിന്നെ ഒന്നും നോക്കാതെ ഒന്നും കിട്ടൂല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നോക്കിയെങ്കിലേ പറ്റുള്ളൂ. അപ്പം ഇച്ചിരി എണ്ണ നോക്കി കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ഈ സ്നാക്ക് ഒരു കപ്പ് ചോറും ഒരു പഴവും, അല്ലെങ്കിൽ 2 പഴം, ഇതുപോലെ നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കി എടുക്കാം. ഇതിങ്ങനെ ഇളക്കി ഇട്ടുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഒരു സൈഡ് കൊണ്ട് ഇതുപോലെ കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പാത്രത്തിലേക്ക് കോരാം. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഒരു ഈർക്കിൽ വെച്ചൊന്ന് കുത്തി നോക്കി, കൈ ഒട്ടുന്നുണ്ടാന്നേ. അപ്പോൾ ഒട്ടുന്നൊന്നുമില്ല. അങ്ങനെയാണ് കോരാൻ തീരുമാനിച്ചത്. വേണമെങ്കിൽ 2-3 സ്പൂൺ പാലൂടെയൊക്കെ ഒഴിച്ച് ഒന്നുകൂടെ ലൂസാക്കിയിട്ട് അപ്പച്ചട്ടിയിൽ വെച്ച് നെയ്യപ്പം പോലെ ഉണ്ണിയപ്പം പോലെയൊക്കെ ഒഴിച്ചെടുക്കാം. ഉണ്ണിയപ്പം ചട്ടിക്കാരയിൽ വെച്ച് വേണമെങ്കിലും ഇത് എടുക്കാം. അതൊക്കെ നല്ല ഷേപ്പിൽ നല്ല ആകൃതിയിലൊക്കെ കിട്ടും. ഉണ്ണിയപ്പത്തിൻ്റെ ആകൃതിയിലൊക്കെ കിട്ടും. അത് അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എന്താ, പെട്ടെന്ന് ഇളക്കിയിടണം. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് കോരി ഒഴിച്ച സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. കാര്യമെന്ന് പറഞ്ഞാൽ ഇത് കരിയാൻ കൂടുതൽ സാധ്യതയുള്ള സാധനമായതുകൊണ്ട്. ഇപ്പം ഞാൻ ഈർക്കിൽ വെച്ച് കുത്തി നോക്കിയിട്ടുണ്ട്. അകമൊക്കെ വെന്തിട്ടുണ്ട്. കൈ ഈർക്കിലി പറ്റുന്നുണ്ടാന്നൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമുക്കിത് ഓരോന്നായിട്ട് പതുക്കെ എടുക്കാം. എനിക്ക് അങ്ങനെയാണ്, പതുക്കെ പറ്റുള്ളല്ല. എല്ലാത്തിനും ഒരു പ്രായമൊക്കെ ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ കൂടെ വേറെ ആരെങ്കിലും വേണം. അങ്ങനെ നമ്മൾ അടുത്ത സ്നാക്കും അടുത്തതും നമ്മളിവിടെ കോരി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി ഇരിക്കുന്നതും കൂടെ ഒഴിച്ചെടുക്കാം. ഇപ്പോഴും നമ്മൾ പഴവും ചോറും കൊണ്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1 കപ്പ് ചോറും 2 പഴവുമാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അത് ഏത് പഴമായാലും മതി. ഞാൻ ഇച്ചിരി വലിയ പഴമാണ് എടുത്തത്. അപ്പോഴും നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം. ഇത് വളരെ എളുപ്പമുള്ളൊരു സാധനമാണ്, ചിലവ് കുറഞ്ഞൊരു സാധനമാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ്. നല്ല ടേസ്റ്റിയായത് പലഹാരമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇത് തയ്യാറാക്കാം. അപ്പോഴും അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.